എല്ലാവർക്കും നമസ്കാരം. ഇന്ന് സംസാരിക്കുന്നത് മാർഗാൻ എന്ന തമിഴ് ചിത്രത്തെക്കുറിച്ചാണ്. അതിനു മുമ്പ് എൻ്റെ 262 സബ്സ്ക്രൈബേഴ്സിന് ഞാൻ നന്ദി പറയുന്നു. വിജയ് ആൻ്റണിയെ നായകനാക്കിക്കൊണ്ട് ലിയോ ജോൺ പോൾ സംവിധാനം ചെയ്തിരിക്കുന്ന ഏറ്റവും പുതിയ തമിഴ് ചിത്രമാണ് മാർഗാൻ. വിജയ് ആൻ്റണിയെ കൂടാതെ സമുദ്രക്കനി, അജയ് ദിഷൻ, മൃതിക സാഗ തുടങ്ങിയവരൊക്കെ ഇതിൽ പ്രധാന വേഷങ്ങളിൽ എത്തിയിട്ടുണ്ട്. ഇൻവെസ്റ്റിഗേറ്റീവ് ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുത്താവുന്ന ഈ സിനിമ ത്രില്ലർ പ്രേമികൾക്ക് മികച്ച കാഴ്ചാനുഭവം നൽകുന്നുണ്ട്. പ്രണയ നൈരാശ്യം, അതിൽ നിന്നുണ്ടാകുന്ന ക്രൈം, അതിനെ തുടർന്നുണ്ടാകുന്ന അന്വേഷണം, പ്രേക്ഷകർക്കുണ്ടാകുന്ന ആകാംക്ഷ, സൂപ്പർ നാച്ചുറൽ പവറിൻ്റെ ഒരു അവതരണം എന്നിങ്ങനെ വ്യത്യസ്ത ലെയറുകളായി നിൽക്കുന്ന പ്ലോട്ടാണ് ഈ സിനിമയുടേത്. സിനിമയിലേക്ക് വന്നാൽ തൻ്റെ കാമുകനുമൊത്ത് ബർത്ത്ഡേ ആഘോഷത്തിന് ശേഷം രാത്രിയിൽ വീട്ടിലേക്ക് നടന്നു പോകുന്ന ഒരു പെൺകുട്ടി. ആ പെൺകുട്ടി കൊല്ലപ്പെടുന്നു. രാവിലെ വേസ്റ്റ് എടുക്കാൻ വന്ന ജോലിക്കാർ കുപ്പത്തൊട്ടിയിൽ കറുത്ത് കരുവാളിച്ച് കിടക്കുന്ന അവളുടെ ഡെഡ് ബോഡി കാണുന്നു. ഈ പിക്ചർ തന്നെ അവളുടെ ഇൻസ്റ്റ ഐഡിയിൽ നിന്ന് അതിനകം പോസ്റ്റ് ചെയ്യപ്പെട്ടുണ്ടാകുന്നു. അത് വൈറലാവുന്നു. അങ്ങനെ ഇതൊരു സെൻസേഷണൽ ന്യൂസായി മാറുന്നു. പോലീസ് കേസ് അന്വേഷണം ആരംഭിക്കുന്നു. ചെന്നൈയിൽ നടന്ന ഈ സംഭവം മുംബൈയിൽ ADGP ആയി വർക്ക് ചെയ്തിരുന്ന ധ്രുവിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നു. അയാൾ 9 വർഷമായിട്ട് ഇപ്പോൾ സർവീസിലില്ല. ജോലിയിൽ നിന്ന് വിരമിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അയാളുടെ ഒരു കൈയിലും മുഖത്തിൻ്റെ പാതിയിലും പടർന്നിരിക്കുന്ന കറുപ്പ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ കൊല്ലപ്പെട്ട പെൺകുട്ടിയും ഇയാളും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന്. അയാൾ അടിയന്തരമായി മുംബൈയിൽ നിന്ന് ചെന്നൈയിലെത്തി അൺഒഫീഷ്യലായി ഈ കേസ് അന്വേഷിക്കുന്നു. ഇവരുടെ സസ്പെക്റ്റായി അഭിനയിച്ച അജയ് ദിഷാൻ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. അയാളുടെ ആദ്യ സിനിമയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ആദ്യ പകുതി വളരെ സ്പീഡിൽ, വളരെ ആകാംക്ഷ ഉണർത്തുന്ന രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. ഇതിൻ്റെ സംവിധായകൻ തന്നെയാണ് ഇതിൻ്റെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത്. അത് ചിത്രത്തിന് വളരെയധികം ഗുണം ചെയ്തിട്ടുമുണ്ട്. വിജയ് ആൻ്റണിയാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ക്രൈം ത്രില്ലർ സിനിമയ്ക്ക് വേണ്ടുന്ന ഒരു പശ്ചാത്തല സംഗീതം തന്നെ ഇതിലും വന്നിട്ടുണ്ട്. രണ്ടാം പകുതിയിൽ ചിലയിടങ്ങളിൽ സിനിമ ഡൗൺ ആവുന്നുണ്ട്. കുറ്റം ചെയ്യാൻ പ്രതിയെ പ്രേരിപ്പിച്ച മോട്ടീവ് നമ്മൾ കണ്ട് ശീലിച്ച ഒന്നാണെങ്കിലും അത് സംവിധാനം ചെയ്തിരിക്കുന്ന രീതി കൊണ്ട് സിനിമ അത് മികച്ചതാക്കുന്നുണ്ട്. അതേപോലെ അവസാനം കൊണ്ടുവന്ന ട്വിസ്റ്റും നന്നായിരുന്നു. പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സൂപ്പർ നാച്ചുറൽ പവർ ലോജിക്കല്ല എന്ന് തോന്നാൻ സാധ്യതയുണ്ട്. ക്രിയായോഗ പോലെയുള്ള യോഗാഭ്യാസങ്ങൾ സ്വീകരിച്ചവർക്കും ചില പ്രത്യേക അതീന്ദ്രിയ അനുഭവങ്ങൾ ജന്മനാ ലഭിച്ചവർക്കും അവരുടെ സ്ഥൂല ശരീരം അഥവാ ഫിസിക്കൽ ബോഡിയെ ഒരു സ്ഥലത്ത് നിർത്തി മറ്റൊരിടത്തേക്ക് ട്രാവൽ ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ചില പുസ്തകങ്ങളിലൊക്കെ വായിച്ചിട്ടുമുണ്ട്. എന്നാൽ അവർക്ക് ടൈം ട്രാവൽ ചെയ്ത് പാസ്റ്റിലേക്ക് എത്താൻ കഴിയുന്നതിനെക്കുറിച്ച് ഒരിടത്തും അങ്ങനെ കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്ത് എനിക്കൊരു കൺഫ്യൂഷൻ പോലെ തോന്നി. എങ്കിലും ഇത് കഥയാണല്ലോ, കഥയിൽ ചോദ്യമില്ല എന്നല്ലേ പറയുന്നത്. അതിന് പ്രകാരം ചില ഭാഗങ്ങളെ ഒഴിവാക്കിയാൽ എനിക്ക് മികച്ച ഒരു അനുഭവമായിരുന്നു മാർഗാൻ. ഇതിൻ്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്ന S. യുവയാണ്. ഇതിൻ്റെ പ്രൊഡക്ഷൻ വിജയ് ആൻ്റണി ഫിലിം കോർപ്പറേഷൻ നിർവഹിച്ചിരിക്കുന്നു. അപ്പോൾ ത്രില്ലർ സിനിമകൾ ഇഷ്ടപ്പെടുന്നവരെന്തായാലും ഇതൊന്ന് പോയി കണ്ടു നോക്കുക. നിങ്ങൾക്ക് നിരാശയൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ മറ്റൊരു സിനിമയുമായിട്ട് പിന്നെ വരാം.